എവ്രിവൺ. സോ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനായില്ലേ? നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത എക്സാമിനെ വരവേറ്റ് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപ് ഒരു 5 ചാപ്റ്റർ ആണെങ്കിൽ ഇനിയിപ്പോൾ സെക്കൻഡ് ടേം എക്സാം ആകുമ്പോഴത്തേക്ക് 8 or 9 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിലേക്ക് വരാനുള്ളത് അല്ലേ. സോ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുക, അതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക, അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ തിയറി അല്ലെങ്കിൽ ഡെഫിനിഷൻസ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു 10 ടിപ്പായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കുറച്ച് പ്രോബ്ലം ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. ഇനി +1 ആണെങ്കിലും +2 ആണെങ്കിലും പ്രോബ്ലം ആയിട്ടുള്ള ഭാഗങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ തിയറി ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഒരുപാടായിട്ടുള്ളത് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ മഗ്ഗപ്പ് ചെയ്യാണ്ട് നമ്മൾ എന്താക്കുക, കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ബൈ ഹാർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു വേർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ആൻസർ നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം. സോ നമ്മൾ എന്താക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൺസംഷനിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് യൂട്ടിലിറ്റി, ആ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഏതൊരു കൺസെപ്റ്റ് ആണെങ്കിലും അതിൻ്റെ പിറകിലുള്ള ഒരു ഐഡിയ എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമ്മൾ ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഒരുപാട് പോയിന്റ്സ് പഠിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഫാമേഴ്സിന്റെ കൈമ എന്താക്കുക, ടാക്സ് വാങ്ങുക അല്ലെ. ആ ഒരു ടാക്സ് വാങ്ങിയിട്ട് അത് എന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക. ഇതാണ് എന്ത് ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മൾ മഗ്ഗപ്പ് ചെയ്യാണ്ട് എന്താക്കുക, കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ടിപ്പാണ് കീവേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താക്കാൻ വേണ്ടി പറ്റൂല, അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ അതിൽ ഒരുപാട് കീവേഡ്സുകൾ ഉണ്ടാവില്ലേ, ആ കീവേഡ്സുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, കളക്ഷൻ ഓഫ് ടാക്സ് ആണില്ലേ, ആരുടെ അടുത്തുനിന്ന്, ഫാമേഴ്സിന്റെ അടുത്തുനിന്ന്. അങ്ങനത്തെ ചെറിയ ചെറിയ കീവേഡ്സുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കറിയാം എക്കണോമിക്സിന്റെ ഒരു ഡെഫിനിഷൻ ആണ് എന്ത്, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, മനുഷ്യന്മാർ എങ്ങനെയാണ് സ്കാർസ് റിസോഴ്സസിനെ അവരുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിന്റെ സ്കാർസിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ അതിൽ നമുക്ക് ഈ രീതിയിൽ പഠിക്കാം. അതായത് സ്റ്റഡി, സ്കാർസ്, റിസോഴ്സസ്, വാണ്ട്സ്, ഈ 4 ടേംസ്, ഈ 4 വേർഡ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു ഡെഫിനിഷൻ പെട്ടെന്ന് വരും. ഇപ്പോൾ ഈ ഒരു 4 വേർഡ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡിയാണ് എന്തിനെ പറ്റിയിട്ട്, അതായത് പീപ്പിളിനെ പറ്റിയിട്ട്, അവരെങ്ങനെയാണ് സ്കാർസ് റിസോഴ്സസ് അവരുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് എന്താക്കാം, ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ മൂന്നാമത് എന്താക്കുക, നമ്മൾ ഫ്രേസസ് അല്ലെങ്കിൽ നിമോണിക്സും കാര്യങ്ങളൊക്കെ യൂസ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, അതിൻ്റെ ഒക്കെ ഫസ്റ്റ് സ്പെല്ലിംഗ് എടുത്തിട്ട് നമ്മൾ വേറൊരു വേർഡ് ഉണ്ടാക്കുക. ഇപ്പം നമുക്കറിയാം 5 year പ്ലാന്റെ ഗോൾസ് അല്ലേ, 5 year പ്ലാൻ ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, അങ്ങനെ പറഞ്ഞിട്ട് 4 ഗോൾസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ 4 ഗോൾസ് ജംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും. സോ ജംസ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, നമുക്ക് എന്താക്കാം ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ നിമോണിക്സോ ഫ്രേസസോ ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണക്ട് വിത്ത് റിയൽ ലൈഫാണ്. എപ്പോഴും എന്തൊരു ടോപ്പിക് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ഡെഫിനിഷൻ പഠിക്കുകയാണെങ്കിലും റിയൽ ലൈഫായിട്ട് നമ്മൾ പെട്ടെന്ന് അത് എന്താക്കുക, കണക്ട് ആക്കാം. ഇപ്പം നമുക്കറിയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസംഷനിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാക്കാം, യെസ് എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി തോന്നി, ഞാൻ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതിനെയാണ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടും, അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ +1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ റെന്റിന് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഓണറിൻ്റെ ഏതെങ്കിലും ഹെൽപ്പർ വന്നിട്ട് നമ്മളെ അടുത്ത് നിന്ന് എന്താക്കാണ്, റെന്റ് കളക്ട് ചെയ്യുക. അത് നമുക്ക് ജമീന്ദാരി സിസ്റ്റത്തിനുമായിട്ട് ജസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുപോലെ നമ്മുടെ റിയൽ ലൈഫായിട്ട് എപ്പോഴും എന്തൊരു സംഭവം പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്താക്കുക, കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് മെമ്മറിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അടുത്തൊരു ടിപ്പാണ് റൈറ്റ് ആൻഡ് റിപ്പീറ്റ്. നമ്മൾ എന്താക്കുക, എഴുതി പഠിക്കുക. നമ്മളൊരു 3 വട്ടം ഒരു ഡെഫിനിഷൻ തന്നെ നമ്മളൊരു 3 വട്ടം എഴുതുകയാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് അത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. നമ്മൾ എഴുതുന്നതിനനുസരിച്ച് നമ്മളത് വായിക്കുകയാണ്, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുമ്പം പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് വരുമെന്നുള്ളതാണ്. ദെൻ
നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് റെക്കോർഡ് ആൻഡ് ലിസൺ ആണ്. അതായത് ചില ആളുകൾക്ക് റെക്കോർഡിങ്സ് കേട്ടാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൈൻഡിലേക്ക് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്താക്കുക, നമ്മുടെ ഇത്തരത്തിലുള്ള തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അത് ഇടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ചില പാട്ടൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മളത് കേട്ട് കേട്ട് പഠിക്കുകയാണില്ലേ, അതുപോലെ തന്നെ നമ്മൾ എന്താക്കുക, നമ്മുടെ തിയറീസ് അല്ലെങ്കിൽ നമ്മളെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. അതാകുമ്പോൾ നമ്മളൊരു 3-4 വട്ടം അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ വായിൽ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. പിന്നെ നെക്സ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. എന്തൊരു കാര്യം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ മൈൻഡിൽ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ ലാൻഡ് റീഫോംസിനെ പറ്റി പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ലാൻഡ് സീലിങ്ങിനെ പറ്റി പഠിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് അത് ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിയും പെട്ടെന്ന് നമുക്കത് നമ്മുടെ മൈൻഡിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് എപ്പോഴും വിഷ്വൽസ് നമ്മളെ മനസ്സിലുണ്ടാവില്ലേ. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം കേൾക്കുമ്പോഴും അത് വിഷ്വലൈസ് ചെയ്യുന്ന ഒരാളാണ്. സോ ആ ഒരു ഹാബിറ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സ്റ്റഡീസിലും ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അറിയുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ഒരു രീതി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവർക്ക് പഠിപ്പിക്കുന്നതിലൂടെ നമ്മളും എന്താക്കാണ് ഇവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ പഠിച്ച എന്ത് കാര്യമാണെങ്കിലും അത് ഫണ്ണി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം സ്കാർസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ, അപ്പം നമ്മൾ എന്താക്കുക, നമ്മുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഫണ്ണി ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയി നമ്മുടെ പോക്കറ്റ് കാലിയായി, അതാണ് എന്ത് സ്കാർസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് റിമൈൻഡ് ചെയ്യുന്നത് സ്കാർസിറ്റി ആണ്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ ഫണ്ണി എലമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സ്റ്റഡീസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഡെഫിനിഷൻസിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാലും അത് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റിവൈസ് ആണ്. എപ്പോഴും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, യെസ് അത് പഠിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂട്ടി വെക്കാൻ പാടില്ല. നമ്മൾ എന്താക്കുക, ഇപ്പോൾ 3 days അല്ലെങ്കിൽ 2 days കൂടുമ്പോൾ നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം അത് എപ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് എക്കണോമിക്സ് പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.